बोले केंद्र सरकार പ്രതിഷേധം ഫാർമസിസ്റ്റിൽ പ്രതിഷേധം ഇല്ലാതെ ജനൌഷധികൾക്ക് ലൈസൻസ് നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നിലവിലുള്ള ഫാർമസി നിയമങ്ങളും ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നിയമങ്ങളും അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഭാഷണത്തിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. രാജ്യത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് ഒരു നീതീകരണവുമില്ലാതെ ഡ്രഗ് ലൈസൻസ് അനുവദിക്കാൻ വേണ്ടി ഫാർമസിസ്റ്റ് വേണ്ട എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായി ഭാരതീയ സർക്കാർ നീങ്ങുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ഫാർമസിസ്റ്റുകളും ഇന്ന് തെരുവിൽ ഇത്തരം ധർണാ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1940-ലും 1945-ലും ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്നൊരു ആക്ട് നിലവിലുണ്ട്. ആ ആക്ടിൽ പോലും സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും ഇവിടെ മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഫാർമസിസ്റ്റുകൾ വേണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരിക്കുമ്പോൾ അതിനുശേഷം വന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം 1948-ൽ ഫാർമസി ആക്ട് നിലവിൽ വന്നു. അതിലൊന്നും തന്നെ ഫാർമസിസ്റ്റ് വേണ്ട എന്ന് എവിടെയും പറയുന്നില്ല. രാജ്യത്താകമാനം എല്ലാ ഷോപ്പുകളിലും അതുമാതിരി ഫാർമസിസ്റ്റ് എവിടെയൊക്കെ വേണം, മരുന്ന് എവിടെയൊക്കെ കൈകാര്യം ചെയ്യണം, അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റിന്റെ ആവശ്യകത ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മൾ ആലോചിക്കണം, മരുന്ന് വെറും ഒരു രാസവസ്തു എന്നതിലുപരി അതിമാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ ഒരു ചേരുവയാണ്. അത് ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ചേരുവകൾ കൃത്യമായി ചേർക്കുമ്പോൾ മാത്രമേ അത് മരുന്നായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിന് പ്രത്യേകമായി ഒരു മന്ത്രാലയം പോലും ഇല്ല എന്നുള്ളത് പരിതാപകരമായ സ്ഥിതിയാണ്. ഇന്നും ഈ മരുന്നുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം രാസവളം വകുപ്പിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ പോലും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തും അങ്ങനെ ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ മരുന്നുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം ആദ്യമായി മനസ്സിലാക്കണം. ഇവിടുത്തെ മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. നിങ്ങൾ ഓർക്കണം, ഈ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ, രജിസ്ട്രേഡ് ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ മരുന്ന് ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല എന്നൊരു സുപ്രീം കോടതി വിധി പോലുമുണ്ട്. 2022-ൽ ബീഹാർ സർക്കാരിനെതിരെ മുകേഷ് ശർമ്മ എന്നൊരാൾ ഒരു പരാതി കൊടുത്തപ്പോ നിർബന്ധമായും ഫാർമസിസ്റ്റുകൾ തന്നെ മരുന്നുകൾ കൈകാര്യം ചെയ്യണം, ഫാർമസികളുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊരു വിധി നിലനിൽക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഫാർമസിസ്റ്റ് വിരുദ്ധ സമീപനമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും എഴുതി ചോദിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ
വളരെ റൂറലായ ഏരിയകളിലൊക്കെ മരുന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യണം. അതിന് ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ തന്നെ അതിന് അനുമതി തരണം. കേവലം മരുന്ന് എടുത്തു കൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെ നിർത്തിക്കൊണ്ട് ഡ്രഗ് ലൈസൻസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ രാജ്യത്ത് 10-16 ലക്ഷത്തോളം ഫാർമസിസ്റ്റുകൾ നിലവിലുണ്ട്. കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തിനടുത്ത് ഫാർമസിസ്റ്റുകൾ, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് ഇത്രയധികം ഫാർമസിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ പലരും തൊഴിലില്ലാതെ നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നിയമവുമായി മുന്നോട്ട് പോകുന്നത്. ഇതാരെ രക്ഷിക്കാനാണ് നിങ്ങൾ ആലോചിക്കൂ. ഇവിടുത്തെ കുത്തക മരുന്ന് വിതരണക്കാർക്കും അതുപോലെ തന്നെ മരുന്ന് സംഭരണക്കാർക്കും വിതരണക്കാർക്കും വേണ്ടി തോന്നിയതുപോലെ എവിടെയും ഒരു സൊസൈറ്റി ഉണ്ടാക്കിക്കൊണ്ട് മരുന്നുകൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നിയമവുമായി മുന്നോട്ട് വേണ്ടി പോകാൻ പോകുന്നത്. ഇവിടെ കോസ്മെറ്റിക് റൂൾ 1945-ലും ഫാർമസി ആക്ട് 1948-ലെയും ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015-ലെയും കൃത്യമായ നിയമ സംവിധാനത്തിലൂടെയാണ് ഫാർമസിസ്റ്റുകൾ മാത്രമേ, ഉത്തരവാദപ്പെട്ട ഫാർമസിസ്റ്റുകളുടെ മാത്രമേ മരുന്ന് വിതരണം ചെയ്യാവൂ എന്ന് കൃത്യമായ ലിഖിതമായ നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷേ ഈ നിയമ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനൌഷധികൾക്ക് ഫാർമസിസ്റ്റ് ഇല്ലാതെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഭരണസമിതിക്ക് കൃത്യമായി റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അതിനെതിരെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെയാണ്. കേരളത്തിലെ ഫാർമസി കൗൺസിൽ പോലും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥി